നമസ്കാരം. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരുപാട് വിവാഹമായിട്ടുള്ള ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ചിലത് വിവാഹ വാർഷികങ്ങളാണ്, ചിലത് വിവാഹങ്ങളാണ്, ചിലത് റിസപ്ഷനാണ്, ചിലത് വിവാഹ തലേന്ന് നടക്കുന്ന മാരേജ് ഈവാണ്. ഇനി അടുത്ത 2 ആഴ്ചയും കൂടി ഇതേപോലുള്ള ഒരുപാട് ബന്ധുക്കളുടെ, അടുത്ത ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ മക്കളുടെയൊക്കെ ചടങ്ങുകളിൽ, വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കല്യാണ സീസണാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നവദമ്പതികൾക്കുള്ള ഒരു സമ്മാനമാവട്ടെ എന്ന് കരുതി. ഇന്നത്തെ കുട്ടികൾ ഭാഗ്യം ചെയ്തവരാണ്. ആഘോഷിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങളും അവർ പാഴാക്കാറില്ല. അത് വിവാഹം മാത്രമല്ല, ചിലപ്പോൾ 28 കുട്ടിയുടെ പേരിടുന്ന ചടങ്ങായിരിക്കും, അല്ലെങ്കിൽ അതേപോലുള്ള ബർത്ത്ഡേ പാർട്ടികളായിരിക്കും. അങ്ങനെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു ചടങ്ങും പാഴാക്കാതിരിക്കാനുള്ള വലിയൊരു സൗഭാഗ്യം അവർക്കുണ്ട്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിവാഹമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അന്നൊന്നും ഈ റിസപ്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അന്ന് ടീ പാർട്ടിയാണ്. ടീ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പേപ്പർ പ്ലേറ്റിൽ ഒരു ലഡു ഉണ്ടാവും, കുറച്ച് മിക്സ്ചർ ഉണ്ടാവും, പിന്നെ 2 അറ്റവും പിരിച്ച് കിട്ടിയ ഒരു കടലാസിൻ്റെ പൊതിക്കകത്ത് ഒരു കേക്കിൻ്റെ കഷ്ണം ഉണ്ടാവും, പിന്നെ 2 ചോക്ലേറ്റ് ഉണ്ടാവും, പിന്നെ ആഡംബരം എന്ന് പറയാൻ ചിലപ്പോൾ ഒരു കപ്പ് ഐസ്ക്രീം ഉണ്ടാവും, ചായയോ കാപ്പിയോ ഉണ്ടാവും. ഇതാണ് ടീ പാർട്ടി. അന്ന് ഒരു ടീ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. കാരണം അന്നൊക്കെ വളരെ റെയറാണത്. ടീ പാർട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അന്നത്തെ ആ കുട്ടിക്കാലത്ത്. അന്ന് അതുമാത്രമല്ല, നമ്മളുടെയൊക്കെ വീടുകളിൽ, നമ്മുടെയൊക്കെ അടുത്ത ബന്ധുക്കളുടെ ടീ പാർട്ടിക്കൊക്കെ ഞങ്ങൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉത്സാഹം. ഈ പാത്രത്തിൽ മിക്സ്ചർ നിറച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ലഡു ഇട്ട് കൊണ്ടു കൊടുക്കുക, ആവശ്യത്തിന് ചായയൊക്കെ ആളുകൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ആഹ്ലാദങ്ങളോ സന്തോഷങ്ങളോ ഒന്നും അന്നില്ല. ഈ ടീ പാർട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇന്നത്തെ ഈ റിസപ്ഷൻ കൺസെപ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ സദ്യയാണെങ്കിലും ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഊട്ടുവരയിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന താൽക്കാലികമായ പന്തലിൽ ഇല വെച്ച് വിളമ്പുന്ന സദ്യയും, അവിടെയൊക്കെ തന്നെ ഞങ്ങൾ കുട്ടികൾ തന്നെയാണ് താരങ്ങൾ. അവിടെ അവർക്ക് സാമ്പാർ വിളമ്പാൻ അല്ലെങ്കിൽ പേര് വിളമ്പാൻ, ഇതേപോലെയൊക്കെ ആഘോഷത്തോടുകൂടി ഓടി നടക്കാനുള്ള ഒരു അവസരമാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അതല്ല. ഇന്നിപ്പോൾ വിളമ്പേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിനൊക്കെ വേറെ ആളുകളുണ്ട്, അതൊക്കെ ചെയ്യാനുള്ള ടീമുകളുണ്ട്, അവരാണത് ചെയ്യുന്നത്. പന്തലിലെ കാര്യങ്ങളാണെങ്കിലും ടീ പാർട്ടി എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ഇപ്പോൾ റിസപ്ഷനാണ്, റിസപ്ഷന് ബൊഫേ ആയി. അപ്പോൾ കുട്ടികൾക്ക് അതിലൊന്നും റോളില്ല, അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത്, ഇപ്പോൾ ബന്ധുക്കളാണെങ്കിൽ വരനും വധുവും മാത്രമല്ല, വരൻ്റെ വീട്ടുകാരും വധുവിൻ്റെ വീട്ടുകാരും ഒക്കെ മേക്കപ്പൊക്കെ ചെയ്ത് രംഗം കൂടി കൊഴുപ്പിക്കുകയാണ്. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട് പുതിയ ചടങ്ങുകളൊക്കെ വളരെ മോശമാണ്. ഞാനതിനോടൊന്നും വ്യക്തിപരമായി യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് ഫോട്ടോഷൂട്ടൊക്കെ പലപ്പോഴും സദാചാരത്തിൻ്റെ അതിരുകൾ ലംഘിക്കുന്നുണ്ട് എന്നൊക്കെ. ഇതൊക്കെ ശരിയാണ് ഒരു പരിധി വരെ. നമ്മുടെ കൾച്ചറിനും നമ്മുടെ സംസ്കാരത്തിനും ഒക്കെ ഇണങ്ങുന്ന രീതിയിൽ ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ അതിർത്തി കടന്നു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ പരിധി വിട്ട് കഴിയുമ്പോഴാണ് ഇതൊക്കെ മോശമാകുന്നത്. പക്ഷേ നമുക്ക് മോശമായ കാര്യങ്ങൾ മാറ്റിവയ്ക്കാം. പക്ഷേ ഇതിൽ ഒരുപാട് നന്മകളുണ്ട്. ഇതിൽ പഴയ കാലത്ത് പന്തലിൽ വെച്ചാണ് ഈ ചെറുക്കൻ പെണ്ണിനെയും പെണ്ണ് ചെറുക്കനെയും മര്യാദയ്ക്കൊന്ന് കാണുന്നത് തന്നെ. ഇന്നിപ്പോൾ ഇത് മാറി. ഇപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും, അതായത് പ്രപ്പോസ്ഡ് ബോയ് ആൻഡ് ഗേൾ, അവർ നല്ല അടുപ്പത്തിലാണ്. അവർ ദിവസവും ഫോൺ ചെയ്യുന്നു, പരസ്പരം കാണുന്നു. വിവാഹത്തിന് മുമ്പ് പരസ്പരം അറിയാൻ പറ്റുന്ന ഒരവസരമാണ്. പിന്നെ ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം, പഴയ കാലത്ത് ഇത്രയും ഡൈവോഴ്സുകൾ നടന്നിരുന്നില്ലെന്ന്. ഇപ്പോൾ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നില്ല. ശരിയാണ്, ഡിവോഴ്സുകളുടെ എണ്ണം പഴയ കാലത്തേക്കാൾ കൂടുതലാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? പഴയ കാലത്ത് ഒരു പെണ്ണൊരു വീട്ടിലേക്ക് ചെന്നാൽ ആ പെണ്ണ് അവിടെ കിടന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ മുഴുവൻ ആ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് അനുഭവിച്ച് തീർക്കണം. പുറത്ത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമില്ല, അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഇല്ല. അവിടെ കിടന്ന് ആ പഞ്ചാഗ്നി മധ്യത്തിൽ കിടന്ന് അനുഭവിച്ച് തീർക്കണം. ഇന്ന് ഒരു പെണ്ണ് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനിത് അനുഭവിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത്. പണ്ട് ഇത് അനുഭവിച്ച് ജീവിതം തീർത്തിരുന്നു. ഇന്ന് ആ അനുഭവത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നു. ഇത് ഏതാണ് ശരി തെറ്റെന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മുടെ ശരികളും നമ്മുടെ തെറ്റുകളുമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കാലം എത്ര മാറിക്കഴിഞ്ഞാലും, തലമുറകൾ എത്ര മാറിക്കഴിഞ്ഞാലും മാറ്റമില്ലാത്ത ഒന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവേണ്ട ഒന്ന്, ത്യാഗം എന്ന് പറഞ്ഞൊരു സംഭവം, സാക്രിഫൈസ്. ഈ സാക്രിഫൈസ് ചെയ്യാനുള്ള വലിയ മനസ്സ് നഷ്ടപ്പെടുത്തരുതെന്നാണ് എനിക്ക് യുവദമ്പതികളോട്, എൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ കല്യാണം കഴിഞ്ഞ മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ, ത്യാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു മനസ്സുണ്ട് നമുക്ക്. ആ മനസ്സ് ദയവ് ചെയ്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് വിവാഹ ജീവിതം നരകതുല്യമാകുന്നത്. ഒ ഹെൻറി എന്നൊരു എഴുത്തുകാരൻ, ഒരു പാശ്ചാത്യ എഴുത്തുകാരനാണ്. ഈ ഒ ഹെൻറിയുടെ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞു കഥകളാണ്, കുറുങ്കഥകളാണ്. ഈ കഥകളുടെയൊക്കെ ക്ലൈമാക്സ് നല്ല കിടിലൻ ക്ലൈമാക്സാണ്.
ആ ഒരു ചിപ്പിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വിസ്മയം പോലെ ഒരു ക്ലൈമാക്സ്, ഒരു ട്വിസ്റ്റ് ഈ കഥകളുടെ ഒടുവിലുണ്ടാവും. ആ ട്വിസ്റ്റാണ് ഒ ഹെൻറി എന്ന എഴുത്തുകാരനെ വ്യത്യസ്തനാക്കുന്നത്. ഒ ഹെൻറിയുടെ ഒരു കഥയുണ്ട്, സമ്മാനവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കഥയാണ്. അത് ഈ അവസരത്തിൽ അത് പറയാൻ കറക്റ്റ് ഈ അവസരത്തിലല്ല, എല്ലാ അവസരത്തിലും പ്രസക്തമാണ്. ഈ കഥ എഴുതുന്നത് പഴയ തലമുറയിലാണ്, അത് ഈ തലമുറയിലും പ്രസക്തമാണ്, നാളെ അത് പ്രസക്തമായിരിക്കും. യുവദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണത്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡേ ഓഫ് മാഗി എന്നൊരു ദിവസമുണ്ട്, മാഗി വരുന്ന ദിവസം. ഈ മാഗി വരുന്ന ദിവസം പരസ്പരം സമ്മാനങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ ഒരു പാവപ്പെട്ട ഭർത്താവ്, അയാൾക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ഒരു വരുമാനമൊന്നും കാര്യമായിട്ടില്ല, ഭാര്യ അതെ വളരെ സാധു സ്ത്രീയാണ്. അപ്പോൾ ഡേ ഓഫ് മാഗി ദിവസം, അതായത് ക്രിസ്മസിൻ്റെ ഈ സമ്മാനം കൊടുക്കേണ്ട ദിവസം, ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ഭർത്താവ് ആഗ്രഹിക്കുകയാണ്. സമ്മാനം വില കൊടുത്ത് മേടിക്കാനുള്ള മാർഗ്ഗം അയാൾക്കില്ല. അപ്പോൾ അയാളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന മനോഹരമായ വാച്ച് അയാൾ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ചിരുന്ന, ആരോ അയാൾക്ക് സമ്മാനം കൊടുത്തതായിരിക്കണം, അയാൾക്കേറെ പ്രിയപ്പെട്ട ആ വാച്ച് ഭാര്യയ്ക്ക് സമ്മാനം മേടിക്കാൻ വേണ്ടി വിൽക്കുകയാണ്. എന്നിട്ട് ആ വാച്ച് വിറ്റ് കിട്ടി പൈസ കൊണ്ട് തലയിൽ ചൂടുന്ന ഒരു സ്ലൈഡ്, ഒരു കേശാഭരണം അതൊരെണ്ണം വാങ്ങിക്കുകയാണ്. ഭാര്യയ്ക്ക് തലയിൽ ചൂടാനുള്ള ഒരു നല്ല കേശാഭരണം വാങ്ങിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുകയാണ്. അത് നല്ല പ്രസൻറ്റേഷൻ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വീട്ടിലേക്കെത്തി ഭാര്യയെ വിളിച്ച് ഈ സമ്മാനം സന്തോഷത്തോടുകൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കും, എന്താണിത്? അപ്പോൾ അയാൾ പറയും, തുറന്നു നോക്കൂ. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സ്ലൈഡാണ്, ഒരു കേശാഭരണമാണ്. ഭാര്യ പറയും, അയ്യോ എനിക്കിത് വയ്ക്കാൻ പറ്റില്ല. ആ ഭർത്താവിക്ക് എന്ത് പറ്റി? ഭാര്യ പെട്ടെന്ന് തലയിൽ നിന്ന് ആ സാരി തലപ്പം കൊണ്ട് മാറ്റുമ്പോൾ തലമുടിയില്ല. അപ്പോൾ പനങ്കുല പോലുണ്ടായിരുന്ന ഈ തലമുടി, നല്ല ബ്രൗൺ കളറിൽ പനങ്കുല പോലുണ്ടായിരുന്ന ഈ തലമുടി ഇവിടെ പോയി? ഇയാൾ ചോദിക്കും. ഭാര്യ പറയും, ഞാനത് മുറിച്ചു. എന്തിനാ തലമുടി മുറിച്ചത്? തലമുടി മുറിച്ചത് എനിക്ക് നിങ്ങൾക്കൊരു സമ്മാനം മേടിച്ച് തരണമെന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല, അപ്പം മുടി വിറ്റ കാശ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഇയാൾ ചോദിച്ചു, അത് എന്ത് സമ്മാനമാണ്? അത് നിങ്ങളുടെ മനോഹരമായ വാച്ചിൻ്റെ സ്ട്രാപ്പ് മോശമായിരുന്നു, അപ്പോൾ ഞാൻ അതിന് മുമ്പ് നല്ലൊരു സ്ട്രാപ്പ് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ മുടി മുറിച്ച് വിറ്റ കാശ് കൊണ്ടാണ് ഞാനത് സ്ട്രാപ്പ് മേടിച്ചത്. ഇതാണ് ത്യാഗം. ത്യാഗം ചെയ്യാനുള്ള ഈ മനസ്സാണ് പലർക്കും കൈമോശം വരുന്നത്. ഈ വിവാഹം കഴിഞ്ഞ്, ചടങ്ങുകൾ കഴിഞ്ഞ്, ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകും. പിന്നെ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. ഈ യാത്ര ചെയ്യുമ്പോൾ ത്യാഗം ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കൈമോശം വരുത്താതിരിക്കുക. ആ മനസ്സുണ്ടെങ്കിൽ, ആ മനസ്സിൻ്റെ വലിപ്പമുണ്ടെങ്കിൽ ജീവിതം എന്നും സുഖകരമായിരിക്കും. മാരേജ് ജീവനുണ്ടായ, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായ, അല്ലെങ്കിൽ അതേപോലെ റിസപ്ഷൻ അടയ്ക്കലുണ്ടായ, അല്ലെങ്കിൽ സേവ് ദ ഡേറ്റിനുണ്ടായ ഈ സന്തോഷം ജീവിതം മുഴുവൻ നിലനിർത്താൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള ത്യാഗം പരസ്പരം കൈമോശം വരുത്താതിരിക്കുക, അതിനുള്ള വലിയൊരു മനസ്സ് എന്നും നിലനിർത്തുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.